എത്തിച്ച് എല്ലാ രംഗത്തും വിജയവൈജയന്തി പാറി പറക്കുന്ന അഭിമാനകരമായ നിമിഷം പങ്കുവെക്കുമ്പോഴാണ് ഭാരതീയ ജനതാ പാർട്ടി അതിൻ്റെ വാർഷിക സ്ഥാപന ആഘോഷങ്ങൾ പങ്കുചേരുന്നു. ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തി എന്ന നേട്ടം കൈവരിച്ചുകൊണ്ടാണ് ഭാരതം ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ തലയുയർത്തി നിൽക്കുന്നത്. ഇത്തരത്തിൽ വലിയൊരു മാറ്റവും പരിവർത്തനവും പുരോഗതിയും വികസനവും നമ്മുടെ നാടിന് നേടിയെടുക്കാൻ കഴിയും വിധം ഭരണനിർവഹണം സുതാര്യവും സുഗമവും ശാസ്ത്രീയവുമായി നടത്തിക്കൊണ്ടു പോകാൻ കഴിഞ്ഞത് പാർട്ടിയുടെ ശക്തമായ കരങ്ങൾ ഈ സർക്കാരിൻ്റെ പിന്നിലുള്ളതുകൊണ്ടാണ്. 1980 ഭാരതീയ ജനതാ പാർട്ടി പിറവിയെടുക്കുമ്പോൾ അന്ന് കൂടിയ ജനസഹസ്രങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞൊരു കാര്യം, ഈ ലോകത്തിൻ്റെ മുന്നിൽ ഭാരതത്തെ അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു ശാക്തിക രാഷ്ട്രമാക്കി വളർത്തിയെടുക്കുന്നതിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയൊരു പങ്ക് വഹിക്കാൻ കഴിയും. അത് ഈ പാർട്ടിയുടെ പ്രവർത്തന മികവ് കൊണ്ട് തന്നെയായിരിക്കും എന്ന ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം ജനസഹസ്രങ്ങളുടെ ഹസ്തതാടനങ്ങൾക്കിടയിൽ മുഴങ്ങിക്കേട്ടതും ഇന്നും മാറ്റിക്കൊള്ളുകയാണ്. ദീനദയാൽ ഉപാധ്യായ മുന്നോട്ടേക്ക് വെച്ച ഏകാത്മ മാനവ ദർശനം എന്ന ആശയത്തിൻ്റെ അടിത്തറയിലാണ് പാർട്ടിയെ കെട്ടിപ്പടുത്തിട്ടുള്ളത്. മറ്റു പല രാഷ്ട്രീയ പാർട്ടികൾക്കും ആശയവും ആദർശവും ഇല്ല. അവരെല്ലാം ഏതൊരു ആശയത്തിന് വേണ്ടിയാണോ പ്രസ്ഥാനം തുടങ്ങിയത് ആ ആശയത്തെ എല്ലാം വലിച്ചെറിഞ്ഞ് അവസര രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തങ്ങൾ തുടങ്ങി വെച്ചത് ഏതൊരു മഹത്തായ ഒരാശയ ആദർശത്തിൻ്റെ സബലീകരണത്തിന് വേണ്ടിയാണോ, അതിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണോ, അതിലടിയുറച്ച് നിന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഇന്നും ഏകാത്മ മാനവ ദർശനം ഉയർത്തിപ്പിടിക്കുകയാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഭാവാത്മക രാഷ്ട്രീയം, ആദർശ രാഷ്ട്രീയം, അതോടൊപ്പം തന്നെ വികസന രാഷ്ട്രീയം, ഇതെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് ഇന്ന് ഭാരതത്തിൽ ഏതാണ്ട് 65-70% ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞ ഒരു പാർട്ടിയായി നമ്മൾ വികസിച്ചിരിക്കുന്നു. ഈ വാർഷിക ആഘോഷവേളയിൽ ഓരോ പ്രവർത്തകരും, അനുഭാവികളും, അഭ്യുദയകാംക്ഷികളും എല്ലാവരും അഭിമാനപൂർവ്വം ഓർക്കുകയാണ് ഈ പാർട്ടി ഈ ഭാരതത്തിൻ്റെ ചിത്രം തന്നെ മാറ്റി രചിക്കും. ആ ഒരു യുഗചേതനയുടെ ശബ്ദമായി വെളിച്ചമായി പാർട്ടി എന്നും നിലനിൽക്കും എന്ന ആത്മവിശ്വാസത്തോടെ ആത്മാഭിമാനത്തോടെയാണ് ഈ വാർഷികാഘോഷ വേളയിൽ ഏവരും പങ്കുചേരുന്നു. നന്ദി, നമസ്തേ.